2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം LDF, UDF, BJP സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഇതിനിടയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് എടുത്തു പറയണം. പ്രത്യേകിച്ച് ദേശീയ സർവേ റിസൾട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇനി വെറും മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് സംഭവിക്കാൻ പോകുന്ന അട്ടിമറികൾ, എന്ത് തരം മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നു, ആര് ഭരണത്തിൽ വരും, ഒരു അട്ടിമറി ഭരണമുണ്ടാകുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. അതിൽ നിലവിലെ ചില പ്രവചനങ്ങളും സർവേകളുമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. സീ വോട്ടർ സർവേ ഉൾപ്പെടെ. അതിൽ ഈ ഒരു പ്രവചനങ്ങൾ വ്യത്യസ്തമാണ് എന്ന് എടുത്തു പറയണം. 10 വർഷത്തെ ഭരണത്തിന് ശേഷം LDFിനോടുള്ള ആ ഒരു തരം അഭിപ്രായം എന്താണ് ജനങ്ങൾക്ക്? മിക്ക സ്രോതസ്സുകളും ശരിക്കും പറഞ്ഞാൽ UDF തിരിച്ചുവരവിനെ അനുകൂലിക്കുന്നു എന്നാണ് ഈ ഒരു സർവേ റിസൾട്ടിൽ മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് 17 മുതൽ 22% വോട്ട് വീതം പ്രതീക്ഷിക്കുന്ന NDAയുടെ വളർച്ച LDF വിരുദ്ധ വോട്ടുകൾ വിഭജിക്കുകയും 15 മുതൽ 20 സീറ്റുകളിൽ UDFന് വ്യക്തമായ ഭൂരിപക്ഷം നിഷേധിക്കുകയും ചെയ്യും. വോട്ട് വീത പ്രവചനങ്ങൾ സർവേകളിൽ നിന്ന് സമാഹരിച്ചത് പ്രകാരം UDF 41 മുതൽ 45% വോട്ടുകൾ നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. നഗര ക്രിസ്ത്യൻ ഏകീകരണം കാരണം 39% നിന്ന് ഉയർന്നു വരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ. LDFിനെ സംബന്ധിച്ചിടത്തോളം 33 മുതൽ 37%. ഹിന്ദു വോട്ടർമാർക്കിടയിലെ മാറ്റം 45% നിന്നും കുറഞ്ഞതാണ് ഈ കണക്കെന്ന് പറയുന്നത്. NDA 17 മുതൽ 22%. വടക്കൻ തെക്കൻ പ്രദേശങ്ങളിൽ ഏറ്റവും ശക്തമായ പിന്തുണ 12% നിന്ന് ഉയർന്നതാണ് ഈ കണക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ പരമ്പരാഗത LDF, UDF വൈരാഗ്യം തമ്മിലുള്ള മത്സരം കാണാൻ സാധ്യതയുണ്ട്. ഉയർന്ന ജാതി ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കുന്നതിലൂടെ BJP ഒരു മുന്നേറ്റം നടത്താനായി ശ്രമിക്കുന്നുമുണ്ട്. യുവാക്കളുടെ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കും വിവാദങ്ങളും ഭരണവിരുദ്ധ വികാരത്തിന് ആക്കം കൂട്ടിയേക്കാം. സമീപകാല വോട്ടെടുപ്പുകളുടെയും ഉപതെരഞ്ഞെടുപ്പുകളുടെയും ആദ്യ സൂചനകൾ തൂക്കുസഭയിലേക്കുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യങ്ങളും ചർച്ചകളും നിർണായക ഘടകമാക്കുന്നു എന്ന കാര്യം കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. കേരളത്തിൽ 2026 സീറ്റ് പ്രവചനങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ വന്ന ലേറ്റസ്റ്റ് സർവേകൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ഓരോ കണക്കായി പറയുമ്പോഴത്തേക്കും LDFന് 50 മുതൽ 60 സീറ്റ് വരെ ഓഡ് വൈബ് സർവേ പറയുന്നു. UDFന് 70 മുതൽ 80 സീറ്റ് വരെ പറയുന്നു. NDAക്ക് 0 മുതൽ 5 സീറ്റുകൾ വരെ പറയുന്നു. അതായത് UDF തരംഗം എന്ന് തന്നെയാണ് ഓഡ് വൈബ് പറഞ്ഞിരുന്നത് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് പറയുന്നത് സീ വോട്ടർ നടത്തിയ സർവേയാണ്. സീ വോട്ടർ നടത്തിയ സർവേ പ്രകാരം LDFനായിരുന്നു മുൻതൂക്കം നൽകിയിരുന്നത്. UDF പിന്നിലായിരുന്നു. NDAക്ക് 3 സീറ്റുമായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് LDFനെ സംബന്ധിച്ചിടത്തോളം നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കമായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനൊക്കെ മുന്നേ ഉള്ള സീ വോട്ടർ സർവേ ആയിരുന്നു. ഇനി എക്സ്യൂസർ നവംബറിൽ നടത്തിയ ഒരു സർവേ പ്രകാരമാണെങ്കിൽ LDF 40 മുതൽ 50 സീറ്റുകളും UDF 80 മുതൽ 90 സീറ്റുകളും NDA 0 മുതൽ 5 സീറ്റുകളും എന്നുള്ള കണക്കാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ UDF പൊതുവെ മുന്നിലാണെങ്കിലും NDA കൂടുതൽ സ്വാധീനം ചെലുത്തുകയും LDF ഭരണവിരുദ്ധ സമ്മർദ്ദം നേരിടുകയും ചെയ്യുന്നതിനാൽ കടുത്ത മത്സരമാണ് മുന്നിൽ കാണുന്നത്. സമവായ വീക്ഷണം UDF 65 മുതൽ 80 സീറ്റുകൾ നേടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് ഭൂരിപക്ഷ പരിധി 71. അതിൽ 65 മുതൽ 80 സീറ്റുകൾ നേടുമെന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. സഖ്യകക്ഷികളുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. മധ്യകേരളം മാറിയാൽ LDF 50 മുതൽ 65 സീറ്റുകളായി കുറയുമെന്നാണ് ഈ സർവേയിൽ നിന്നും മനസ്സിലാവുന്നത്. NDAക്ക് 5 സീറ്റുകൾ വരെ പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. അതിൽ കൂടുതൽ കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല എന്നുള്ള തരത്തിലേക്ക് ഈ സർവേ വെളിപ്പെടുത്തും. പക്ഷെ പൂർണ്ണമായ മുന്നേറ്റത്തിന് 25% വോട്ട് വീതം കടക്കേണ്ടതുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. പ്രാദേശിക വിഭജനം വടക്കൻ മധ്യ കേരളത്തിൽ UDF ആധിപത്യം പുലർത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. UDF 7 മുതൽ 9 സീറ്റുകൾ, LDF 4. മലബാറിൽ LDF ശക്തമാണ്. പത്തനംതിട്ട പോലുള്ള തെക്കൻ ജില്ലകളെയാണ് NDA ലക്ഷ്യമിടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും വളരെയധികം ടൈറ്റ് ഫൈറ്റായിട്ട് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതിൽ UDFന് തന്നെയാണ് ഒരു മുൻതൂക്കം
പല സർവേകളും നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് നീങ്ങാമെന്ന് വരെയും പറയുന്നു. അതായത് ഒരു തൂക്കുസഭയിലേക്ക് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട് എന്നുള്ള തരത്തിൽ പോലും സർവേകൾ ചിലതിൽ പറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് UDF ഒരു മെജോറിറ്റി നേടാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പക്ഷേ ഒരു വലിയ തോതിലുള്ള ഒരു തരംഗമായിട്ട്, അതായത് ഈ പറയുന്ന തരത്തിൽ ഒരു ക്ലീൻ സ്വീപ്പ് ആ ഒരു ലെവലിലേക്ക് എത്താനായിട്ടുള്ള സാധ്യത കുറവാണ് എന്നാണ് സർവേകൾ വെളിപ്പെടുത്തുന്നത്. അതായത് ഒരു 100 സീറ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് UDF എത്തുന്നതെങ്കിൽ ആ സീറ്റിൽ എത്താനായിട്ടുള്ള സാഹചര്യം നിലവിൽ കുറവാണ് എന്നാണ് സർവേകളിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ഭരണം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സാധ്യതകളും കൂടുതലാണ് എന്നുള്ളതും സർവേകൾ വെളിപ്പെടുത്തുന്നു. പക്ഷേ എന്തും സംഭവിക്കാം, നിലവിലത്തെ സാഹചര്യത്തിൽ എന്ത് അട്ടിമറിയും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. നിലവിൽ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ UDF നേരിയ തോതിലുള്ള ഒരു മുൻതൂക്കവും പല സർവേകളും പറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ സർവേകളെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു മിന്നും പ്രകടനം LDF കാഴ്ചവെക്കാൻ സാധിക്കുമോ, UDF ഒരു അട്ടിമറി വിജയമായി തന്നെ കാര്യങ്ങൾ മാറുമോ, NDAക്ക് പല സർവേകളും പറയുന്ന കണക്ക് തന്നെ സീറ്റുകൾ ഇത്തവണ പരമാവധി നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്.